ഗായ്സ് ഗുഡ് മോർണിംഗ്. അപ്പോൾ സമയം ഇപ്പോൾ രാവിലെ 10 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ബാത്തു കേവ്സിലേക്കാണ് പോകുന്നത്. നമ്മുടെ റൂമെല്ലാം ചെക്കൗട്ട് ചെയ്തു. പിന്നെ നമ്മൾ എണീക്കാൻ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് കുറച്ച് ലേറ്റായി. നമ്മൾ 9 മണിയാകുമ്പോഴെങ്കിലും പോകണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ 10 മണിയായി. അപ്പോൾ നമ്മൾ അങ്ങനെ ബാത്തു കേവ്സിലേക്ക് പോന്നു. ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴത്തേക്ക് അത്ര മഴയൊന്നുമില്ല. ഇപ്പം നല്ല വെയിലുണ്ട്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് ബാത്തു കേവ്സിലേക്ക് ഒരു 20 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ 20 മിനിറ്റിലെത്തും, അല്ലെങ്കിൽ ഒരു മണിക്കൂറിനടുത്ത് ഉണ്ടാവും. പക്ഷെ ഇപ്പം രാവിലെ ആയതുകൊണ്ട് വലിയ ട്രാഫിക് ഒന്നും ഇല്ല. അപ്പോൾ നോക്കാം നമുക്ക് എത്ര മണിക്ക് എത്തുന്നത്. ഇപ്പം സമയം കറക്റ്റ് 10:30 ആയി കേട്ടോ. നമ്മൾ എത്ര മണിക്ക് എത്തുന്നത് എസ്റ്റിമേറ്റഡ് ടൈം 10:50, 10:51 കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ എത്ര മണിക്ക് എത്തുന്നതെന്ന്. നമ്മൾ ഓൾമോസ്റ്റ് എത്താനായി ഗൈസ്. ദൂരത്തുനിന്ന് കാണുന്നുണ്ട്. നമ്മളിവിടെ എത്തി. ഉള്ളിലും പാർക്കിംഗ് ഉണ്ട്, പക്ഷെ നമ്മൾ പുറത്ത് തന്നെ പാർക്ക് ചെയ്തു. പുറത്ത് തന്നെ പാർക്ക് ചെയ്യേണ്ട സ്ഥലമുണ്ട്. അതുകൊണ്ട് നമ്മൾ പുറത്ത് തന്നെ പാർക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് നടന്നിട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എത്തി. നമ്മൾ എത്തി ഗൈസ്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നടന്നിട്ട് പോകണം. അതിന് മുമ്പ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമ്മളൊന്നും കഴിച്ചിട്ടില്ല. എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറാൻ വേണ്ടി പോകുന്നു ഗൈസ്. സ്റ്റെപ്പെല്ലാം എത്ര എണ്ണമെന്ന് ഞാൻ എണ്ണീറ്റ് പറയാം, അത്രയുണ്ട്. ഈ സ്റ്റെപ്പ് ഭയങ്കര കുത്തനെയുണ്ട്, ഭയങ്കരമായിട്ട് കതുക്കുന്നുണ്ട്. ഓരോ സ്റ്റെപ്പിനും ഓരോ കളറാണ് ഗൈസ്. അതുകൊണ്ട് പിന്നെ നമുക്ക് ബോറടിക്കില്ല. നമ്മൾ ഇത്ര കളർ കഴിഞ്ഞു അങ്ങനെ നമുക്ക് കയറാൻ പറ്റും. നമ്മൾ ഓൾമോസ്റ്റ് ഹാഫ് കയറി ഗൈസ്. ഇനിയൊരു ഹാഫും കൂടി ഉണ്ട്. ഒന്ന് നോക്കുമ്പോൾ നല്ലോണം അതിലേ കൂടിയിട്ടാണ് മുകളിലേക്ക് സ്റ്റെപ്പ് കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയിട്ട് ഇങ്ങോട്ട് ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് കയറിയത് ഇങ്ങോട്ടേക്ക്. അപ്പോഴത്തേക്ക് ഇവിടെ ഒരു
ഇതിപ്പോൾ ഒരു കേവ് മാതിരി ഉണ്ട്. നമുക്ക് ഉള്ളിലോട്ട് വേണമെങ്കിൽ പോകാൻ പറ്റും. പൈസ കൊടുത്താൽ അവർ നമുക്ക് ടോർച്ചും കാര്യങ്ങളെല്ലാം തരും. അവർ ഗൈഡ് ചെയ്യും നമ്മളെ. നമുക്ക് കുറച്ചും കൂടി ഉള്ളിലോട്ട് പോകാൻ പറ്റും. കുറച്ചും കൂടി നല്ല കാഴ്ചകൾ കാണാൻ പറ്റും ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പക്ഷെ നമ്മളെ കയ്യിൽ ക്യാഷ് ഇല്ല, ക്യാഷായിട്ട് കയ്യിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ പേ ചെയ്യാൻ പറ്റിയില്ല. ക്രെഡിറ്റ് കാർഡോ വേറെ കാർഡൊന്നും ഇവിടെ എടുക്കൂല. ഇവരിത് ഇവിടെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് ഇവരിപ്പോൾ ക്യാഷ് മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും ഇങ്ങോട്ട് കയറണം. നല്ല രസമുണ്ട് ഇത് കാണാൻ. നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മൾ ഈ സ്റ്റെപ്പ് കയറി വന്നിട്ടുണ്ടാകുന്ന ചൂട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് മാറും. നല്ല ഈസി ഇട്ട പോലെയുള്ളൊരു തണുപ്പാണ്. നല്ല തണുപ്പുണ്ട്, നല്ല സുഖമുണ്ട്. അങ്ങനെ നമ്മൾ മുകളിലെത്തി. നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല കുരങ്ങന്മാരെല്ലാം ഉണ്ടായിരുന്നു വരുന്ന വഴി. മാറിക്കണം. ഇതിൻ്റെ ഉള്ളിലും കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ട് പോകണം നമ്മൾ. നമ്മൾ തിരിച്ചിറങ്ങി. അപ്പം ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പെല്ലാം കയറി മുകളിൽ പോയി. അവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല വേറെ തന്നെ ഒരു ഫീൽ. നമ്മൾ ഈ കുന്ന് കയറി പോയി അവിടെ എത്തുമ്പോൾ ആ ഒരു തണുപ്പ് കിട്ടുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു ഫീലാണ്. എന്നിട്ടിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കുറച്ച് താഴെ ഇറങ്ങിയിട്ട്
നമ്മൾ പാർക്കിങ്ങിൻ്റെ അവിടെ പോവാതെ കുറച്ച് ഇപ്പുറത്തേക്ക് നടന്നു വന്നു. ഇവിടെ എന്തോ വേറൊരു സംഭവം ഉണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ കുറേ പക്ഷികളും കുരങ്ങന്മാരും പ്രാവുകളും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കൊരു വൈബാണ് ഇവിടെ. പക്ഷെ കുരങ്ങന്മാർ കുറച്ച് ആക്രമകാരികളാണ്. അവർ കയ്യിൽ നിന്ന് ചിപ്സും വാട്ടർ ബോട്ടിലും അങ്ങനെ നമ്മളൊന്ന് കളിപ്പിക്കാൻ വേണ്ടി വരും. അപ്പം അതൊന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേറെ സീനൊന്നുമില്ല. Can I take 2 packets? One more. ഇതെല്ലാം വാങ്ങിയേ? ലഡു, മിച്ചറ്, കാരഗടി, പിന്നെ കൊള്ളി ചിപ്സ്, ആ പിന്നെ മറ്റേ പാൽക്കോവയും മീൻ പേട. ഇനി നമുക്കൊരു 4-5 മണിക്കൂർ ട്രാവൽ ഉണ്ട്. അപ്പം നമുക്ക് തിന്നോണ്ട് പോകണ്ടേ. ഇപ്പം നമ്മ ഇവിടുന്ന് ഇറങ്ങുന്നു. നമ്മ കുറച്ച് ബേക്കറി സാധനങ്ങളും പിന്നെ വാങ്ങി, ഒരു കുപ്പി വെള്ളമുണ്ട്. നല്ല ചൂടുണ്ട്, നല്ല വെയിൽ. ഇപ്പം സമയം 12:30, ഉച്ച 12:30 ആയി. പിന്നെ കാണുന്നുണ്ട് ബേക്കിൽ. ഇവിടെ ഇത്ര വെയിലുണ്ടെങ്കിലും ചൂടുണ്ടെങ്കിലും നമ്മ ഈ സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലെത്തുമ്പോഴത്തേക്ക് നല്ല തണുപ്പ്. അവിടെ ചെറിയ വെള്ളച്ചാട്ടമെല്ലാം ഉണ്ട്. അവിടെ വേറെ തന്നെ ഒരു വൈബ്. നിങ്ങൾ എന്തായാലും ഒരിക്കൽ വന്നിട്ട് കാണേണ്ട സ്ഥലമാണ് ബാത്തു കേവ്സ്. ഒരു ഗുണ കേവിൻ്റെ എല്ലാം ഫീലുണ്ട്. പക്ഷെ ഞാൻ ഗുണ കേവിലൊന്നും പോയിട്ടില്ല. പക്ഷെ നമ്മ മഞ്ഞമര പോയിസ് കണ്ടില്ലല്ലോ, അതുമാതിരി ഉണ്ട്. അപ്പം നമ്മൾ എവിടെയും പോകുന്നില്ല. നമ്മൾ നേരെ ജെബിയിലോട്ട് പോവാന്ന്, ഡയറക്റ്റ്. വേറെ എവിടെയും പോവാനില്ല. അത് കഴിഞ്ഞ് അവിടുന്ന് ചെറിയൊരു ഷോപ്പിംഗ് ചെയ്യണമെന്നാണ് പ്ലാന്. പക്ഷേ സമയം കിട്ടുമോയെന്ന് അറിയില്ല. നമ്മളിപ്പോൾ തന്നെ 12:30 ആയി. എത്ര മണിക്ക് എത്തുന്നേ നോക്കിയിട്ട് ട്രാഫിക്കെല്ലാം ആണെങ്കിൽ നമ്മൾ ലേറ്റ് ആവും അല്ലേ. അപ്പം അതെല്ലാം നോക്കിയിട്ട് സമയം പോലെ നമ്മൾ പോവും ഷോപ്പിങ്ങിന്. ഞാൻ കാണിച്ചു തരാൻ പോകുന്നുണ്ടെങ്കിൽ. അപ്പം നമ്മൾ ഇറങ്ങുന്നു. ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ ആൾക്കാർ പ്രാർത്ഥനയും പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഒരു ചേച്ചി മുട്ടിൽ സ്റ്റെപ്പ് കയറുന്നുണ്ടായിരുന്നു. നടന്നിട്ട് തന്നെ സ്റ്റെപ്പ് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക്. ഞാനൊരു 10 ബ്രേക്ക് എടുത്തിട്ടുണ്ടാവും ഓരോ സ്റ്റെപ്പ് കയറുമ്പോൾ. മീൻസ് ഈ ഫുള്ള് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കാൻ. പക്ഷെ ഒരു ചേച്ചി ഏതോ പ്രാർത്ഥന ചെയ്യാൻ വേണ്ടിയിട്ടും തോന്നുന്നു മുട്ടിൽ സ്റ്റെപ്പ് കയറുന്നുണ്ടായിരുന്നു. അതൊരു സംഭവം തന്നെ. ഇതെല്ലാം ഇങ്ങോട്ട് വരാനുള്ള വണ്ടികളാന്ന് തോന്നുന്നു. അത്ര തിരക്കുണ്ട്. നമ്മപ്പോൾ ബാത്തു കേവ്സിൽ നിന്ന് ഇറങ്ങി ഇനി ജെബിയിലോട്ട് പോവാന്ന് നേരെ. അപ്പോൾ ഇപ്പം നമ്മ കുട്ടൂൻ്റെ ഒരു കസിനെ കാണാൻ വേണ്ടി പോവാന്ന്. ഓന് ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ 2 മാസത്തേക്കുള്ള ഒരു കോഴ്സിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഓൻ്റെ കോളേജിൽ പോയിട്ട് ഓനെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകും. ഇത്രയേ ഉള്ളൂ. പാർക്കിംഗ് ആടാ ഇവിടെ നോക്കാം. ഹായ്. പിന്നെ ഫുഡ് ഹോസ്റ്റലല്ല, ഫുഡും ട്രാവലും അത്രയും. ഫുഡ് വലിയ കുഴപ്പമില്ല.
മന്തി ബിരിയാണി കഴിക്കില്ലേ? ഹലോ ഗൈസ്, അപ്പം നമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടി പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. കുട്ടുവിൻ്റെ കോളേജിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു അറേബ്യൻ ഫുഡ് കഴിക്കാം. അപ്പം നമുക്ക് മന്തി കഴിക്കാം. അപ്പം നമ്മ മന്തിയും കബ്സയും ഓർഡർ ആക്കിയിട്ടുണ്ട്, പിന്നെ ചിക്കൻ കബാബ് ഓർഡർ ആക്കിയിട്ടുണ്ട്, പിന്നെ കുടിക്കാൻ എന്തെങ്കിലും ഓർഡർ ആക്കണം. ഫുഡ് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല തണുപ്പ്. കുഴപ്പമില്ല. നമുക്ക് ഈ ജ്യൂസ് ട്രൈ ചെയ്യാം. നല്ല ഹെൽത്തി ഡ്രിങ്ക് ആണ് ഗൈസ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഇത് മെയിനായിട്ട് ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് വെള്ളം എടുക്കാം, അതിൽ കുറച്ച് ഐസ് ഇടാം, എന്നിട്ടൊരു സ്ട്രോ ഇടാം, എന്നിട്ട് കുടിക്കാം. ഓക്കെ ബൈ ബൈ. എത്തിയിട്ട് പറയാടാ. അങ്ങനെ നമ്മ കുട്ടൂനെ ആക്കിയിട്ട് നമ്മ നേരെ ജെപിക്ക് പോകണം ഗൈസ്. ജെബിയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് ഗൈസ്. ഒരു 4 മണിക്കൂറിലധികം വേണ്ടി വരും. കേട്ടാ എത്ര സ്പീഡിൽ ചെക്കന്മാർ പോകുന്നത്. ഒരു 4 മണിക്കൂറിലധികം വേണ്ടി വരും. 8 മണി 8:30 ആകുമ്പോൾ എത്തുമെന്ന് വിചാരിക്കുന്നു, ട്രാഫിക് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഒരു റെസ്റ്റ് പ്ലേസിൽ നിർത്തിയിട്ട് എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും, ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. സബ്വേ ഉണ്ട്, പിസ്സ ഹട്ട് ഉണ്ട്, KFC ഉണ്ട്. പക്ഷെ നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല. നമ്മൾ കോഫി എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇപ്പം എത്ര സമയം കിട്ടും? 6 മണിയാകുമ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൊരു 8:30 എത്തേണ്ടതാണ്. 8:30 എത്തുമെന്ന് വിചാരിക്കുന്നു. നല്ല ബ്ലോക്ക് ഉണ്ട് ഗൈസ് മുമ്പില്.
ഷോപ്പിംഗ് മാളിൽ കയറിയിട്ടുണ്ട്. സമയം കുറേ ആയി, 9:15 10 മണിക്ക് ഇത് ക്ലോസ് ആക്കും. പിന്നെ എന്തായാലും കുറച്ച് ഷോപ്പിംഗ് ആവശ്യമായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഡ്രസ്സ് വാങ്ങണമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഓടിപ്പിടിച്ച് കൊണ്ട് വന്നത്. 10 മണിക്ക് മുമ്പ് എങ്ങനെയെങ്കിലും ഷോപ്പിംഗ് തീർക്കണം, കുറച്ച് ഡ്രസ്സ് വാങ്ങണം. അപ്പം ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞു. ചെയ്തത് എന്തെല്ലാം വാങ്ങിയത് ഞാൻ പിന്നെ കാണിച്ചു തരാം, കാരണം ഭയങ്കര തിരക്കായിപ്പോയി. കുറച്ച് സാധനം വാങ്ങിയിട്ടുണ്ട്. $3 കിട്ടു ഇതാണ് ഞങ്ങളുടെ ബില്ല്. 306 മലേഷ്യൻ റിംഗറ്റായി.